ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ അതിരടി എന്ന സിനിമയുടെ ഈ കാണുന്ന പുതിയ പോസ്റ്റർ അവർ റിലീസ് ചെയ്യുന്നുണ്ട്. മെയ് 14 തന്നെയാണ് സിനിമ റിലീസിന് എത്തുന്നത്. നമ്മുടെ റിയ ഷിബു, ടൊവിനോ തോമസ്, വിനി ശ്രീനിവാസൻ, ബേസിൽ ജോസഫ് എല്ലാവരും നമുക്ക് ഈ പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നല്ല കിടിലൻ സിനിമ തന്നെ ആവട്ടെ. അതുകൂടാതെ നമ്മുടെ രവി ബസൂർ കാട്ടാൾ എന്ന സിനിമയിലേക്ക് ജോയിൻ ചെയ്തല്ലോ. അപ്പോൾ അതിനെ പ്രമാണിച്ച് ഒരു ജംഗിൾ ബീസ്റ്റ് എന്നൊരു തീം സോങ് ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. കഴിഞ്ഞ ദിവസം പാട്രിയോട്ട് എന്ന സിനിമയുടെ ഒരു 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ട്രെയിലർ റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും പോയി കാണാം. നല്ലൊരു കിടിലൻ ട്രെയിലർ കട്ട് തന്നെയാണ്. നമ്മുടെ മമ്മൂക്കിയും ലാലേട്ടനൊക്കെ കിടിലൻ തന്നെയാണ് സിനിമയിൽ. അപ്പോൾ എന്തായാലും നമുക്ക് മെയ് 1 സിനിമയുടെ റിലീസ് തീയതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈസ്റ്റർ പ്രമാണിച്ച് സർപ്രൈസ് ആയിട്ട് നമ്മുടെ ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ ഈ കാണുന്ന ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സുരേഷ് ഗോപി ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ടാണ് സിനിമ ഇത്രയും ഡിലേ ആവാൻ കാരണം. അല്ലെങ്കിൽ നേരത്തെ തന്നെ എത്തേണ്ട ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒറ്റക്കൊമ്പൻ്റെ അപ്ഡേറ്റ് ഇനി പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ടൊവിനോ തോമസ് ഈ അടുത്ത് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ചില കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അദ്ദേഹം ടോസിക് എന്ന സിനിമയിൽ യാതൊരു റോളും ചെയ്യുന്നില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡ്രാഗൺ എന്ന സിനിമയിൽ നിന്ന് പിന്മാറിയ കാര്യം ഞാൻ ഓൾറെഡി അറിയിച്ചാണ്. ഈ 2 കാര്യമാണ് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. ഇന്നലെ പള്ളിച്ചട്ടമ്പി എന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കിടിലൻ ട്രെയിലർ കട്ട് തന്നെയാണ്. സിനിമയിൽ ചെറിയൊരു ബ്ലർ ഷോട്ടൊക്കെ ഉണ്ട്. നമ്മുടെ പൃഥ്വിരാജാന്ന് സംശയം വേണമെങ്കിൽ നമുക്ക് വെക്കാം. അപ്പോൾ ഒരു റൂമേഴ്സ് ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും സിനിമയിൽ അദ്ദേഹം ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ദൃഢം എന്ന നമ്മുടെ ഷെയ്ൻ നിഗത്തിൻ്റെ ട്രെയിലറും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കിടിലൻ ട്രെയിലർ തന്നെയാണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ധ്രുവ വിക്രമിൻ്റെ 4ാമത്തെ ചിത്രം അങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ കരൺ അരവിന്ദ് കുമാറാണ്. മ്യൂസിക്കിൽ ചെയ്യുന്നത് നമ്മുടെ സായിയാണ്. അൽതാഫ് സലീം, ബാലു വർഗീസ്, അർജുൻ അശോകൻ അങ്ങനെ ഒട്ടനവധി താരങ്ങൾ അഭിനയിക്കുന്ന പുതിയ സിനിമയുടെ ടൈറ്റിൽ വന്നിട്ടുണ്ട് മെൽക്കോവ് പോണ്ടിച്ചേരി. നമ്മുടെ ദിലീപും സലീം കുമാറാണ് സിനിമയുടെ ഈ കാണുന്ന പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. 2 OTT അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ ഷെയ്ൻ നിഗത്തിൻ്റെ ഹാൽ എന്ന ചിത്രവും പിന്നെ കണിമംഗലം കോവിലകം എന്ന ചിത്രവും ഈ സൺ നെസ്റ്റിൽ കൂടെ ഈ വരുന്ന ഏപ്രിൽ 10 റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകൾ, സിനിമ വാർത്തകൾക്ക് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.